നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പാലക്കൽ സെന്ററിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കൗതുകവും വേദനയും നിറച്ച് നാട്ടികയിൽ ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇനി മുതൽ മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക OP കൌണ്ടർ. സെപ്റ്റംബർ 1 മുതലാണ് ഇത് നിലവിൽ വരിക. അടിത്തട്ടിലെ പാറയും കടൽ മാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. തൃശൂർ പാലക്കൽ സെന്ററിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും മറ്റൊരു ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4:15 പാലക്കൽ സെന്ററിലായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വേദൻ ബസ്സും തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വേദൻ ബസിന്റെ മുന്നിലേക്ക് വെങ്ങിനിശ്ശേരി റോഡിൽ നിന്നും പാലക്കൽ റോഡിലേക്ക് അതിവേഗതയിൽ വന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. കാറിന്റെ വരവ് കണ്ട ബസ് ജീവനക്കാർ കാർ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കാറിൽ ഇടിക്കാതിരിക്കാൻ വേദൻ ബസിന്റെ ഡ്രൈവർ ബസ് വലത്തോട്ട് തിരിച്ചപ്പോൾ അതേ റൂട്ടിൽ വന്ന ശില്പി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുന്നിലെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ശില്പി ബസിന്റെ സ്റ്റിയറിംഗ്, മുൻവശത്തെ ചക്രം എന്നിവ ജാമായി. അപകടത്തിൽ ഏതാനും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തകർന്ന ചില്ലുകൾ കൊണ്ടും പരസ്പരം കൂട്ടിയിടിച്ചുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. പരിക്കേറ്റവർ പിന്നീട് പ്രാഥമിക ചികിത്സ തേടി. അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ നാട്ടുകാർ തടഞ്ഞുവച്ചു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. കൗതുകവും വേദനയും നിറച്ച് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക SN കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. വെറ്റിനറി ഡോക്ടർ എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. 2 തലയുള്ള മൂരിക്കുട്ടിയാണ്. 2 വായ, 2 ചെവി, 4 കണ്ണ് എന്നിവയുണ്ട്. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യയും. ഗണേശനും ഉഷയ്ക്കും 30 വർഷമായി പശു വളർത്തലുണ്ട്. നിരവധി പേർ പശുക്കുട്ടിയെ കാണാൻ എത്തുന്നുണ്ട്. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തെരച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനോലി കനാലിൽ തിരച്ചിൽ നടത്തുന്നത്. പൊന്മാനിക്കുടം പുന്നയ്ക്കതറ ബാബുരാജിന്റെ മകൻ അഖിൽ രാജിനെയാണ് പുഴയിൽ കാണാതായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. അഖിൽ രാജ് ബൈക്ക് ഓടിച്ചുവന്ന് നേരെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. കയ്പമംഗലം പോലീസും സ്ഥലത്തുണ്ട്. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കൊപ്പക്കളം ഭാഗത്തു നിന്നും ഓടി വന്നതാണെന്ന് പറയുന്നു. സലഫി നഗർ, കൂരിക്കുഴി, 18 മുറി, പഞ്ഞമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എരുമ വിരണ്ടോടിയത്. കൂരിക്കുഴി ഭാഗത്ത് വെച്ച് എരുമ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. എരുമയെ ഇതുവരെയും തളയ്ക്കാനായിട്ടില്ല. കൂരിക്കുഴി പഞ്ഞമ്പള്ളിക്കടുത്തുള്ള അങ്കണവാടിയുടെ സമീപമുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് എരുമ ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇനി മുതൽ മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക OP കൌണ്ടർ. സെപ്റ്റംബർ 1 മുതലാണ് ഇത് നിലവിൽ വരിക. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികളിലും സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക കൌണ്ടർ ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു.
സംസ്ഥാനത്തെ പ്രധാന സർക്കാർ ആശുപത്രികളിൽ ഏപ്രിൽ മുതൽ ഓൺലൈൻ OP രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. വരി നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യവും നിലവിലുണ്ട്. ഹെൽത്തിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിയാത്തവരിൽ കൂടുതലും മുതിർന്ന പൌരന്മാരാണ്. ഇതാണ് മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക കൗണ്ടർ സജ്ജമാക്കാൻ കാരണമെന്നും വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അടിത്തട്ടിലെ പാറയും കടൽ മാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഉടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിൽ ഉടക്കി വല നശിക്കുന്നത് പതിവാണ്. ഇതിനിടെ കടൽ മാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ആഞ്ജനേയൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ 1000 കിലോയോളം വല നശിച്ചു. പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കടൽ മാക്രിക്കൂട്ടം കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി. വലയ്ക്ക് പുറമെ റോപ്പ്, EM എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. ആഞ്ജനേയൻ വള്ളത്തിൽ 50 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിൽ നിരവധി വള്ളങ്ങൾക്ക് വലയും അനുബന്ധ സാമഗ്രികളും നഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 55 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9180 രൂപ, പവന് 73,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പാലക്കൽ സെന്ററിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കൗതുകവും വേദനയും നിറച്ച് നാട്ടികയിൽ ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇനി മുതൽ മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക OP കൗണ്ടർ. സെപ്റ്റംബർ 1 മുതലാണ് ഇത് നിലവിൽ വരിക. അടിത്തട്ടിലെ പാറയും കടൽ മാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.